ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഏറ്റവും നല്ല നിറം കിട്ടാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന വിഷയം തന്നെയാണ് ഇവിടെയും ഇന്നത്തെ ടോപ്പിക്കിനും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ശരീരം മെലിയുന്നു, മുഖം കറുക്കുന്നു, മുടി കൊഴിയുന്നു എന്ന് പറഞ്ഞ് ഒരു ദിവസം എനിക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസുമായിട്ട് വരുന്ന പേഷ്യൻസിൻ്റെ എണ്ണമാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വിഷയം വീണ്ടും വീണ്ടും എടുക്കുന്നത്. കാരണം പലതരത്തിലാണ് എല്ലാവരുടെയും സ്കിൻ. അപ്പോൾ അത് എല്ലാവർക്കും യോജിച്ച രീതിയിൽ ചെയ്യാൻ എനിക്ക് ഒരുമിച്ച് നമ്മളിപ്പോൾ പറയുന്ന ഇത് ചെയ്യുക അത് കൊള്ളാം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം. ഏതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയെടുക്കണം. അതിനൊരു വെറൈറ്റി ഓഫ് റെസിപ്പീസ് വേണം. അത് തന്നെയാണ് നമ്മളുടെ ഉദ്ദേശവും. അപ്പം നിങ്ങൾ ഓരോന്ന് ട്രൈ ഔട്ട് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അതിന് മാറരുത്, അത് തന്നെ ഇടണം. അപ്പോൾ ഇപ്പോഴെന്നെ ഒരു പേഷ്യൻ്റ് വിളിച്ചു വെച്ചതേ ഉള്ളൂ. അവർ പുറത്താണ്, മസ്കറ്റിലാണ്. അപ്പോൾ എന്നോട് പറയുകയാണ്, മാഡം എൻ്റെ മുഖത്ത് കരിമങ്ങല്യം 2 സൈഡിലും വളരെ കൂടുതലുണ്ടായിരുന്നു, മുഖത്തും മൂക്കിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 1 വർഷത്തിന് മുമ്പ് മാഡത്തിൻ്റെ പ്രോഗ്രാം കണ്ടിട്ട് അന്ന് മുതൽ ഞാൻ ഭക്ഷണവും നോക്കി, ഞാൻ പറയുന്ന പാക്കുകളും ഇട്ടിട്ട് പൂർണ്ണമായിട്ട് മാറി. അതുകൊണ്ട് തന്നെ എങ്ങനെ മാഡത്തിന് എനിക്ക് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ വിളിച്ചത്. അങ്ങനെ വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ ഓർഡറും അവർ തന്നിരിക്കുകയാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ അവർ അത്യാവശ്യം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നാണ് മസ്കറ്റിലുള്ളതാണ് വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനാണ് അപ്പം എന്നെ വിളിച്ചത്, 1 ലിറ്റർ വെർജിൻ കോക്കനട്ട് ഓയിൽ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കിതൊക്കെ സത്യം എത്ര സന്തോഷമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആമസോണിൽ DXN കമ്പനി ഇതേ ക്വാളിറ്റി ഉള്ളതുണ്ട്, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് കിട്ടുന്നില്ല എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇത് അയച്ചു തരാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം പലതരത്തിലുള്ള ഓയിൽസ്, എണ്ണകൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് തരുന്നത്, അത് നമ്മളുടെ ഈ ഫെയർനെസ്സിനെ എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ പ്രത്യേകിച്ചും ഈ കറുത്ത മുഖവുമായി നടക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഈ ഓയിൽസിൻ്റെ ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് സാധാരണ ഗതിയിൽ നമുക്ക് അറിയാവുന്ന കുറച്ച് എണ്ണകളാണ് അല്ലേ. ഞാൻ എപ്പോഴും പറയുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ, ഇത് നിങ്ങൾക്കറിയാം. പിന്നെ ആൽമണ്ട് ഓയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ക്യാരറ്റ് ഓയിൽ നമ്മൾ ഇന്നാളിൽ തയ്യാറാക്കി, അത് തന്നെയാണ് ഈ ഇരിക്കുന്നത്, അതാണ്. ഇത്രയും നിങ്ങൾക്ക് അറിയാം അല്ലേ. 3 എണ്ണ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാസ്റ്റർ ഓയിൽ അറിയാം. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട 2 എണ്ണകൾ അല്ലെങ്കിൽ ഓയിൽസിനെ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് ഹോഹോബ ഓയിൽ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലക്ഷ്മി നായരൊക്കെ പറയുന്നല്ലേ ഹോഹോബ ഓയിൽ. JO, ഇതിൻ്റെ ശരിക്കും പറഞ്ഞ പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണെങ്കിലും ഇതിൻ്റെ സ്പെല്ലിങ് JOBA, ഹൊഹോബ ഓയിൽ എന്നാണ്. ഹൊഹോബ ഓയിൽ അത് പറയുമ്പോൾ ചിരി വരും. അപ്പോൾ ഇത് ഏറ്റവും ബ്രൈറ്റ്നെസ്സിന്, ഏറ്റവും ഫെയർ ആവാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ യൂഷ്വലി ഇതിങ്ങനെ തന്നെ ഓയിലായിട്ട് അപ്ലൈ ചെയ്യുന്നത് വളരെ കുറവാണ് പലരും. എന്ന് വെച്ചാൽ ഇത് കിട്ടാനും പാടാണ്, നല്ല വിലയുമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കൊണ്ട് തന്നതാണ്, പുറത്ത് US നിന്ന് വന്നപ്പം എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. സത്യം പറഞ്ഞാൽ ഞാനിത് വാങ്ങിയിട്ടുമില്ല. അപ്പോൾ അത് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ പിന്നെ ഇതിൻ്റെ വില കൊണ്ട് അങ്ങനെ എപ്പോഴും നമ്മൾ വാങ്ങില്ലല്ലോ. പക്ഷേ ഇത് അടങ്ങിയ എണ്ണകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ അത് ഒരു മിക്സിംഗ് ഓഫ് ഓയിൽ, എപ്പോഴും ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ കൂട്ടത്തിൽ ഹൊഹോബ ഓയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഇത് നന്നായിട്ട് ഫെയർ ആവാൻ സഹായിക്കുന്നു. ഇതിനകത്തുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസും വളരെ റെയറായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും നമ്മൾ നന്നായിട്ട് സഹായിക്കുന്നു. ഇത് ഫാറ്റി ആസിഡ്സ്, റെയർ ഫാറ്റി ആസിഡ്സിൻ്റെ കലവറയാണ്. അതാണ് ഹൊഹോബ ഓയിൽ. പിന്നെ രണ്ടാമത് എനിക്ക് കൂടുതലായിട്ട് പരിചയപ്പെടുത്താൻ അത്യാവശ്യമായിട്ടുള്ളത് ആർഗൺ ഓയിലാണ്. ഇത് നിങ്ങളങ്ങനെ കേട്ടിട്ടില്ലല്ലോ, ആർഗൺ ഓയിൽ. ആർഗൺ ഓയിലും ഇതുപോലെ വളരെയധികം എന്താ പറയുക, റെയറായിട്ടുള്ള ഫാറ്റി ആസിഡ്സിൻ്റെ കലവറയാണ്. ഇത് പല ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെയും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് അതുപോലെ തന്നെ ഇത് UV റേസ്, നമ്മൾ ഈ സൺസ്ക്രീൻ പോലെ ഇത് സഹായിക്കും. സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് ഇറങ്ങുമ്പം പലരും സൺസ്ക്രീൻ ഇട്ടിട്ടല്ലേ ഇറങ്ങുന്നത്. ആ സൺസ്ക്രീനകത്ത് ഒത്തിരി കെമിക്കൽ ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് പലപ്പോഴും നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ്, പിന്നെ ആദ്യം ഇടുമ്പോൾ നല്ല ഫെയറായിട്ട് തോന്നും, പക്ഷെ പിന്നെ അത് നെഗറ്റീവ് ആവുകയാണ് പതിവ്. എന്തുകൊണ്ടാണ്? നമ്മളെ സ്കിന്നിലുള്ള നല്ല ബാക്ടീരിയ നഷ്ടപ്പെട്ടു പോകാൻ ഈ കെമിക്കൽസ് സഹായിക്കും, അതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇത് നാച്ചുറലായിട്ടുള്ള ആർഗൺ ഓയിൽ ഒരു സൺസ്ക്രീൻ എഫക്റ്റ് തരുന്നതാണ്. അതുകൊണ്ട് ഇതും വളരെ ഗുണകരമായ ഒരു എണ്ണയാണ്.
പിന്നെ നമ്മൾ നോക്കേണ്ടത് എൻ്റെ ക്യാരറ്റ് ഓയിലിൻ്റെ റെസിപ്പി കിടപ്പുണ്ട്. വീഡിയോ കണ്ടുപിടിച്ച് ഇത് തയ്യാറാക്കി വയ്ക്കുക. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഇത് വെർജിൻ കോക്കനട്ട് ഓയിലും ക്യാരറ്റും മാത്രം നമ്മൾ ഒരുമിച്ച് തിളപ്പിച്ച് എടുക്കുന്നതാണ്. വളരെ ചെറിയ തീയിൽ ഒരുമിച്ച് തിളപ്പിച്ച് കുറച്ചൊന്ന് നിറം വരുമ്പോഴത്തേക്ക് എടുത്ത് വയ്ക്കുന്നതാണ്, അരിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ശരിയായി. ഇപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഒരു 2 മാസമായി തോന്നുന്നു. അന്ന് മുതൽ ഇതിങ്ങനെ ഇരിപ്പുണ്ട്. കുറച്ചൊക്കെ നമ്മൾ എടുക്കും, ആവശ്യത്തിനെടുക്കും, പിന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ക്യാരറ്റ് ഓയിൽ ടാനിങ് മാറ്റാൻ വളരെ നല്ലതാണ്. ടാനിങ് അറിയാമല്ലോ, സൺ ടാൻ. നമ്മുടെ ഈ മുഖത്തൊക്കെ ഇങ്ങനെ ഒരു തരം ആകെ ഒരു മൂടാപ്പ് വരില്ലേ, അതിന് വളരെ എഫക്റ്റീവാണ് ഈ ഒരു ക്യാരറ്റ് ഓയിൽ. അത് എല്ലാ ദിവസവും രാത്രി ഒന്ന് ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു എൻ്റെ ഫേസ് യോഗ നോക്കിയിട്ട് ഫേസ് യോഗ രീതിയിൽ മസാജ് ചെയ്ത് കിടക്കുക. ഈ ഓയിൽസ് ഏതും അങ്ങനെ ചെയ്യാവുന്നതാണ്. ആൽമണ്ട് ഓയിൽ ബദാമിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്ട്രാക്റ്റാണ് അതിൻ്റെ, ആൽമണ്ട് ഓയിൽ എക്സ്ട്രാക്റ്റ്. അപ്പോൾ ഇത് നാച്ചുറലായിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് നമ്മൾ വാങ്ങേണ്ടത്. അപ്പോൾ ഇതിനകത്ത് എല്ലാത്തരം വൈറ്റമിൻസും, വൈറ്റമിൻ എ, ബി, ഡി ഉണ്ട് ഇതിനകത്ത്. അതുപോലെ കെ ഇല്ല, എ, ബി, ഡി, ഇ, വൈറ്റമിൻ സി ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള വൈറ്റമിൻസും റയർ ഫാറ്റി ആസിഡ്സിൻ്റെയും കലവറയാണ് ആൽമണ്ട് ഓയിൽ. അപ്പോൾ ആൽമണ്ട് ഓയിൽ പുരട്ടി നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ലേശം വീതം പുരട്ടിയാൽ ഒരു അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പലപ്പോഴും പലർക്കും പുറത്ത് ഇറങ്ങുമ്പോൾ ഈ എണ്ണയൊക്കെ പുരട്ടി കഴിഞ്ഞാൽ കുറച്ച് ഒരു ഡാർക്കനിങ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക. ആർക്കാണ് ഏതാണ് സ്യൂട്ടബിൾ ആണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിതിൻ്റെ ഗുണങ്ങളൊക്കെ പറയുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെയാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് വാക്കുകളില്ല. എല്ലായിടത്തും തല മുതൽ പാദം വരെ ഇതിന് പ്രയോജനമാണ്. ഈ ആൽഷിമേഴ്സ് എന്ന് പറയുന്ന ഒരു അസുഖത്തിന് അമേരിക്കയിൽ ഒരു ഡോക്ടർ തന്നെ, ഇതിന് ഒത്തിരി ടെസ്റ്റിമോണിയൽസ് ഉള്ളതാണ്. ഈ ആൽഷിമേഴ്സിന് കോക്കനട്ട് ഓയിലാണ് അവിടെ പറയുന്നത്. അവർക്ക് ഇപ്പം വെർജിൻ കോക്കനട്ട് ഓയിൽ കിട്ടിയില്ല, അവർ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത്. ഓർഗാനിക് വെർജിൻ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അതായത് പച്ചത്തേങ്ങയുടെ പാലിനകത്ത് നിന്ന് കോൾഡ് ഫിൽട്രേഷൻ പ്രോസസ്സിൽ ഇങ്ങനെ ഒരു തരം മെഷീനിലൂടെ എടുക്കുന്നതാണിത്. പിന്നെ വീട്ടിലും ചിലർക്ക് തയ്യാറാക്കാം. അതായത് പച്ചത്തേങ്ങയുടെ പാലെടുത്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കണം, തുറന്ന് വയ്ക്കുക. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി മുകളിലേക്ക് വരും, അതിനടിയിൽ വെള്ളം വരും. അതിനെ ഊറ്റി കളഞ്ഞിട്ട് അതെടുത്തിട്ട് വെയിലത്ത് വെച്ചാൽ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്ത് ഇങ്ങനെ ഉരുകി ഈ എണ്ണ വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഒരു ലേഡി അങ്ങനെ എടുത്തെന്ന് പറഞ്ഞ് എന്നോട് അത് പറഞ്ഞിരുന്നു അവർ ചെയ്തതായിട്ട്. അപ്പോൾ അങ്ങനെ എടുക്കുന്നത് വീട്ടിലേക്ക് അത്യാവശ്യം നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. അതല്ലാതെ ഇപ്പോൾ കുറച്ചൊരു കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കണമെങ്കിൽ അത് കോൾഡ് ഫിൽട്രേഷൻ പ്രോസസ്സിൽ ഒരു മെഷീനിലൂടെയാണ് ഇറക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മോണോസോഡിയം ലോറിക് ആസിഡിൻ്റെ കലവറയാണ്. അതൊരു ബ്രെയിൻ ബൂസ്റ്ററാണ്. കീറ്റോൺസ് ആണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രെയിൻ്റെ ഫുഡാണ്, ബ്രെയിൻ്റെ ഭക്ഷണമാണ്. പിന്നെ നമ്മളുടെ ഓരോ കോശങ്ങളുടെയും ആവരണം, അതിൻ്റെ സെൽ മെംബ്രെയിൻ കൊളസ്ട്രോൾ ഇട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് തന്നെ നല്ല സ്കിൻ ഉണ്ടാവാനും നല്ല ബ്രൈറ്റനിങ് ഉണ്ടാവാനും നല്ല റിങ്കിൾ ഫ്രീ ആയിട്ടുള്ള ഒരു ഫേസ് അല്ലെങ്കിൽ ശരീരത്തിലൊക്കെ തന്നെ ഈ ഇങ്ങനെയുള്ള ചുളിവുകൾ കുറയ്ക്കാൻ ഏറെ സഹായിക്കും. എല്ലാ ദിവസവും ഇത് മസാജ് ചെയ്യുക, രാത്രിയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുക. പിന്നെ ഇതിനൊക്കെ ഉപരി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഏത് ഭാഗത്തിരിക്കുന്ന ചീത്ത കൊളസ്ട്രോൾ, അതായത് നമ്മൾ പറയുമല്ലോ ട്രൈഗ്ലിസറൈഡ് PLDL ഒക്കെ പറ്റിയിരിക്കുമെന്ന്, അതിനകത്ത് ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് ആ തരത്തിലുള്ള കൊളസ്ട്രോൾ നമ്മുടെ രക്തക്കുഴലിൽ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ഇളക്കിക്കൊണ്ടുപോകുന്നതാണ് ഈ HDL. അപ്പോൾ HDL ൻ്റെ രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ കിട്ടണമെങ്കിൽ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ദിസ് വിൽ മൊബിലൈസ് ബാഡ് കൊളസ്ട്രോൾ ഫ്രം ദ സൈറ്റ് ടു ദ ലിവർ. അപ്പോൾ ലിവർ ചെന്നാലും ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്തും. ഒന്ന് വൈറ്റമിൻ D പ്രൊഡക്ഷൻ, പിന്നെ എല്ലാം നമ്മുടെ സ്റ്റിറോയിഡ് ഹോർമോൺസിന്, മെയിൽ ഹോർമോൺസിന്, ഫീമെയിൽ ഹോർമോൺസ്, ഇതെല്ലാം തയ്യാറാക്കുന്നത് ഈ കൊളസ്ട്രോളിൽ നിന്ന് തന്നെയാണ്. ഏറ്റവും പ്രധാനം വൈറ്റമിൻ D നമുക്കറിയാമല്ലോ. അതുപോലെ തൈറോക്സിൻ, എല്ലാത്തിനും അത് ലിവർ ഈസ് ദ ഫാക്ടറി. ഇപ്പോൾ ലിവറിനുള്ള ഫങ്ഷനിങ് ഡിസബിലിറ്റിയാണ് നമുക്കിപ്പോൾ വൈറ്റമിൻ D കുറഞ്ഞതും മുഖം കറുത്തു വരുന്നതും, അതെല്ലാം തന്നെയും റിലേറ്റഡ് ടു ലിവർ ഫങ്ഷനിങ് ഡിസബിലിറ്റി. അപ്പോൾ അതുകൊണ്ട് ലിവർ ഫങ്ഷനിങ് എബിലിറ്റി കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ശരീരത്തിന് കൊടുക്കണം.
അത് കൊടുത്തുകൊണ്ട്, അതായത് മാക്സിമം ലിവറിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, അതിന് പണി കൊടുക്കാതിരിക്കണം. എങ്ങനെയാണ് പണി കൊടുക്കാതിരിക്കുന്നത്? നമ്മൾ ഈ ടോക്സിൻസ് കയറുന്ന എൻട്രി ക്ലോസ് ചെയ്യണം. ടോക്സിൻസ് കറക്റ്റായിട്ടുള്ള നല്ല ഭക്ഷണങ്ങൾ, ഓർഗാനിക്കായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. ഞാനിപ്പോൾ ഓർഗാനിക് എന്ന് പറയുമ്പോൾ പലരും എന്നോട് ചോദിക്കും, മാഡം ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും ഈ ഓർഗാനിക്? പക്ഷെ അപ്പോൾ അത് എങ്ങനെയെങ്കിലും അത് പ്രൊക്യൂർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്, മാക്സിമം. അപ്പോൾ അതല്ലെങ്കിൽ നാടനായിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കഴിക്കാൻ നോക്കുക. അതോടൊപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ചെല്ലുമ്പോൾ ഈ കൂടുതൽ വിഷം നമ്മുടെ ലിവറിലേക്ക് കയറി പോകാതെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അത് സഹായിക്കും. നല്ല കാര്യങ്ങളും കൂടെ അതിനോടൊപ്പം ചെയ്യുക. അതായത് ടോട്ടൽ ഒരു ക്ലൻസിങ്, ഡിറ്റോക്സിഫിക്കേഷൻ ആസ് വെൽ ആസ് നറിഷിങ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഏറ്റവും പ്രധാനമാണ്. കൂടാതെ നമ്മുടെ വയറിന് ചുറ്റുമുള്ള ഫാറ്റ് കുറയാനും ഇത് ഏറെ സഹായിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം. മനസ്സിലായോ? അതുകൊണ്ട് തന്നെയും ഇത് സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വയറിൻ്റെ അബ്ഡോമിനൽ ഫാറ്റ്, ഉടൽവണ്ണം, അത് കുറച്ചെടുക്കാനും സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇതിനോടൊപ്പം നല്ല ആഹാരവും ശ്രദ്ധിക്കണം. അതായത് ഒരു LK ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക. അതുപോലെ അതായത് ഹൈ കലോറി ഫ്രം കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചുകൊണ്ട്, ലെസ് കലോറി ഫ്രം കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കണം. അന്നജം കുറച്ചുകൊണ്ട്, മാംസ്യവും അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോളും നിറയെ ആൻറ്റി ഓക്സിഡൻസും പോളിഫിനോൾസും ഫ്ലേവനോയിഡ്സും ഫൈബറും നിറഞ്ഞ ഒരു ഭക്ഷണം തന്നെ ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി പ്രധാനമായി. ഞാൻ പറയാം, എൻ്റെ LK ഡയറ്റ് പ്ലാനിൽ 3 നേരം ഇത് ചേർത്ത് തന്നെയാണ്, 3 അല്ല 4 നേരം ഭക്ഷണത്തെ ചേർത്ത് തന്നെയാണ് കഴിയുന്നത്. ഒരു മിനിമം നമുക്കൊരു 30 ml ഒരു ദിവസം കഴിച്ചാൽ വളരെ എഫക്റ്റീവാണ് എല്ലാ കാര്യത്തിലും. യു വിൽ ഫീൽ എനർജറ്റിക്, ആക്റ്റീവ് ആൻഡ് അലേർട്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനർജി, കീറ്റോൺസിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് നമുക്ക് കൂടുതൽ ആരോഗ്യം ഫീൽ ചെയ്യാൻ സഹായിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് വേവിച്ച ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു തരം എന്താ പറയുക, ഒരു തലയ്ക്ക് ഏതാണ്ട് കിക്ക് കിട്ടിയ പോലെയാണ്. കൂടുതൽ വയറ് നിറച്ച് നിങ്ങൾ ആഹാരം അന്നജം കഴിച്ചു നോക്കൂ. ചോറൊക്കെ വയറ് നിറച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരും. എന്താ കാര്യം? അതിന് വളരെ കൂടുതൽ പണിയാണ് വയറിനകത്ത്. തലച്ചോറിനകത്ത് തലച്ചോറിലേക്കുള്ള രക്തോട്ടം പോലും വയറിലേക്ക് ഡയറക്റ്റ് ചെയ്യണം, അത് ദഹിച്ചു പോകാൻ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ഭക്ഷണക്രമം നമ്മൾ ഒഴിവാക്കുക എന്ന് പറയുന്നത്. ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഫോർ ദ ഗുഡ്നെസ് ഓഫ് ഈച്ച് ആൻഡ് എവരി ഓർഗൻസ്, അത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഇങ്ങനെ 5 തരം ഓയിൽസിന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പരിചയപ്പെടുത്തി. അതനുസരിച്ച് നിങ്ങളുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. ഒരെണ്ണം നമുക്ക് ശരിയാവുന്നില്ല എന്ന് കണ്ടാൽ അത് മാറ്റി മറ്റൊരെണ്ണം ഉപയോഗിക്കുക. ഇതൊക്കെ തന്നെ നിങ്ങളുടെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇത് എടുത്ത് ഫേസ് യോഗ രീതിയിൽ മസാജ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസം തീർച്ചയായും നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഇത് ട്രൈ ചെയ്യുക. എന്നെ കമൻറ്റ് ബോക്സിൽ വിവരങ്ങൾ അറിയിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.